നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് സാധിക്കുന്നതിലും അപ്പുറം നിൽക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് ചില വ്യക്തികളുടെ ഇടപെടലുകൾ കൊണ്ടാവാം, കുടുംബത്തിലെ പ്രശ്നങ്ങൾ കൊണ്ടാവാം, സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാവാം. എന്തു തന്നെയായാലും ഇതുപോലത്തെ സാഹചര്യങ്ങളിൽ എങ്ങനെ പ്രതികരിക്കണം എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഈശോ വചനത്തിലെ ഒരു സന്ദർഭം നമ്മുടെ മുൻപിലേക്ക് എടുത്തു വെക്കുന്നുണ്ട്. കടലിനെ ശാന്തമാക്കുന്നതാണ് സന്ദർഭം. ഈശോയും ശിഷ്യന്മാരും വഞ്ചിയിൽ മറുകരയിലേക്ക് യാത്ര ചെയ്യുകയാണ്. പെട്ടെന്ന് കടൽ ശോഭിക്കുകയാണ്. ശിഷ്യന്മാർ പരിഭ്രാന്തരാവുന്നു. അവർ ഈശോയെ തട്ടി വിളിച്ച്, "ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ ഇത് കാണുന്നില്ലയോ?" എന്ന് ചോദിക്കുന്നുണ്ട്. ഈശോ ഉടനെ കടലിനെ ശാന്തമാക്കുന്നുണ്ട്. ഈ കടലെ പോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ചില പ്രതിസന്ധി ഘട്ടങ്ങളും. അത് വല്ലാതെ നമ്മളെ ഭയപ്പെടുത്തും. നമുക്ക് പറ്റുന്നതിനും അപ്പുറമാണ് എന്നൊരു ചിന്തയിൽ നമ്മളെ കൊണ്ടെത്തിക്കും. ഇതുപോലത്തെ സാഹചര്യങ്ങളിൽ നമുക്ക് പ്രതികരിക്കാൻ കഴിയുന്ന 2 തലങ്ങളുണ്ട്. ഒന്നാമത്തെ തലം, ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളിലേക്കോ സാഹചര്യത്തിലേക്കോ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് എന്നെക്കൊണ്ടൊന്നും കഴിയില്ല, ഞാൻ പെട്ടുപോയി എന്ന ചിന്തയിൽ അതിൽ തന്നെ തുടരുന്നതാണ്. അത് വീണ്ടും കൂടുതൽ വിഷമഘട്ടങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. രണ്ടാമത്തെ തലം, ഈശോയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യാശയോടെ അതിനെ അഭിമുഖീകരിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വിജയം നേടിത്തുടങ്ങും. ഈശോ കൂടെയുണ്ട് എന്ന ധൈര്യം ആ പ്രശ്നത്തെ അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകാനുള്ള ധൈര്യം നമ്മിൽ ഉളവാക്കുന്നു. ഈശോ കൂടെയുണ്ട് എന്ന ധൈര്യത്തോടെ നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം. ഈ നോമ്പ് കാലത്ത് ഈശോയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം.